ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. ഇന്ന് നമുക്ക് പഞ്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്ന ബേസിക് രീതി ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിരൽ ഇതുപോലെ തന്നെ, കൈ ഇതുപോലെ തന്നെ വെക്കുക. ഇനി വിരലുകൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കുക. മടക്കി ഇത്രയും വന്നു കഴിഞ്ഞാണെങ്കിൽ ഈ തള്ളവിരൽ മടക്കിയിട്ട് ഇതിനോട് ഇതുപോലെയാണ് ഈ കൈ ഇരിക്കേണ്ടത്. ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് നിവർന്നിരിക്കാനും പാടില്ല, ഇതിൻ്റെ ഉള്ളിലേക്കും പോരുത്. ഇത് ആദ്യമേ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തായിട്ട് ഉണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വരിക. ഇനി പഞ്ച് ഫോക്കസ് ചെയ്യുന്ന നമ്മൾ നിൽക്കേണ്ട ഈ ഫ്രണ്ടിലും ഇവിടുത്തെ ഈ ഒരു രണ്ട് ഭാഗം, ഈ രണ്ട് ടിപ്പാണ്, ഇത്രയും ഭാഗമാണ് പഞ്ചിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെ തിരിച്ചു പിടിക്കരുത്. നമ്മൾ പുഷപ്സ് എടുക്കുമ്പോഴും ഇവിടെയാണ് ഈ രണ്ട് വിരലാണ് താഴെ ടച്ച് ആവുന്നത്. അപ്പം ഈ ഒരു ഭാഗമായിരിക്കും പഞ്ചിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലാസ്റ്റ് ഇവിടെ വന്ന് നമ്മൾ ഈ സർഫേസിൽ വന്ന് കൊള്ളുന്ന അല്ലെങ്കിൽ ഈ ടാർഗറ്റിൽ വന്ന് കൊള്ളുന്ന ആ ഒരു സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഈ ഒരു കൈ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ റിസ്റ്റ് ഇവിടെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് പഞ്ച് അടിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പഞ്ച് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മൂമെൻറ്റിൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ആയിട്ടാണ് പഞ്ച് അതിലേക്ക് കൊള്ളുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബേസ് ഒന്ന് ചെയ്ത് നോക്കാം. മാപ്പു അഥവാ ഹോൾഡ് സ്റ്റാൻസ്, കൈകൾ രണ്ടും ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് പഞ്ച് അടിക്കുന്ന സമയത്ത് ലാസ്റ്റ് ടേണിൽ കൊണ്ടുവന്ന് ട്വിസ്റ്റ് ചെയ്യുക. പഞ്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ നമ്മൾ ഈ സ്റ്റാൻസിൽ നിന്നാണ് നമ്മൾ ഈ ഗ്രിപ്പ് എടുക്കുന്നത്, പഞ്ചിനുള്ള ഫോഴ്സ് എടുക്കുന്നത്. അപ്പം കൈയുടെ ഫോഴ്സ് മാത്രമല്ല പോകുന്നത്, നമ്മൾ ഫ്ലോറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫോഴ്സ് കയറി വരുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമേ പഞ്ചിന് മാക്സിമം ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പഞ്ച് അടിക്കുന്ന സമയത്ത് ഈ ഒരു പാർട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മൾ ആ പഞ്ച് ഫോഴ്സിലേക്ക്. അപ്പോൾ ബേസിക് പഞ്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു മൂവ്മെൻറ്റോടെ ചെയ്യാം. നമുക്കിതൊരു മൂവ്മെൻറ്റ്സിൽ നമുക്ക് ഈ പഞ്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ലെഗ് ഇതുപോലെ തന്നെ ഒരു കാലം മുന്നിലായിട്ട്, ഇതിലേക്ക് ഡീപ്പിലേക്ക് വരുന്നില്ല, പകരം നോർമൽ സ്റ്റാൻസിൽ നമ്മൾ സാധാരണ നിൽക്കുന്ന ഒരു നോർമൽ സ്റ്റാൻസിലേക്ക് ഒരു കാലം മുന്നിലും ഒരു കാലം ഫ്രണ്ടിലും. അപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ വിത്തിൽ തന്നെ ആയിരിക്കണം ഈ ലെഗ്, ഇതിങ്ങോട്ട് മാറാതെ ഷോൾഡറിൻ്റെ വിത്തിൽ വരുന്ന ഒരു പൊസിഷനിൽ നിൽക്കുക. നമുക്ക് സ്റ്റാൻഡിങ്ങിൽ മാക്സിമം ബാലൻസ് കിട്ടുന്ന രീതിയിൽ. പിന്നെ ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഒരല്പം ലെഗ് ഈ നീ ഒരല്പം ഒന്ന് ബെൻഡ് ചെയ്യുക, സ്റ്റഡി ആവാതെ ഒരല്പം ഒന്ന് ബെൻഡ് ചെയ്യുക. ഫ്ലോറിലേക്ക് ഒരു ചെറിയൊരു ഗ്രിപ്പ് കൊടുക്കുക. കൈകൾ ജസ്റ്റ് മുന്നിൽ ഇതുപോലെ ഫേസ് ഗാർഡായിട്ട്, നിങ്ങളുടെ ഫേസിലേക്ക് ഒരു ഗാർഡായിട്ട് ഇവിടെ ഇതുപോലെ പിടിക്കുക. പിന്നെ ഇവിടുന്ന് പഞ്ച് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഫസ്റ്റ് ടൈം ഇവിടുന്ന് ഇതുപോലെ ഒരു പഞ്ച് ചെയ്യുക. പഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കൈന് ഈ ഒരു പാർട്ടിൽ തന്നെ വെച്ച് വെക്കുക. പഞ്ചടിക്കുക, തിരിച്ച് ഈ പഞ്ച് പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത കൈക്ക് ഓപ്പോസിറ്റ് റൈറ്റ് ഹാൻഡിൽ തിരിച്ച് പഞ്ച് ചെയ്യുക. ആ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു ടേൺ വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് പഞ്ച് അടിക്കുന്നുണ്ട്, ഈ കൈയുടെ ലെങ്ത് ഇതാണ്. സെക്കൻഡ് ഈ പൊസിഷനിൽ നിന്ന് പഞ്ച് അടിക്കുമ്പോൾ ഇത് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പം ഫസ്റ്റ് പഞ്ചിൻ്റെ അതേ ടാർഗറ്റിനെ കവർ ചെയ്യുക, ആ സെയിം ടാർഗറ്റോ അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുകയോ ചെയ്യണം ശരിക്കും അടുത്ത പഞ്ചിന്. ഫസ്റ്റ് പഞ്ച് ഒരു പാർട്ട് ടച്ച് ചെയ്യുമ്പോൾ അതൊന്ന് മൂവ് ആവുകയാണെങ്കിൽ ആ മൂവ് ആവുന്നതിനെ ഫോളോ ചെയ്തെന്നിട്ടാണ് അടുത്ത പഞ്ച് നമ്മൾ ടച്ച് ആവുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ, നെക്സ്റ്റ് അടുത്ത പഞ്ച് ചെയ്യുന്ന സമയത്ത് ബോഡിയെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നമ്മുടെ ബാക്ക് ലെഗ്, ഇപ്പോൾ നമ്മൾ ഈ ബാക്കിൽ വെച്ചേക്കുന്ന ലെഗിനെ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്തിട്ട് നീ ഒന്ന് ഒരു ട്വിസ്റ്റ്, ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത കൈ വരുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നിന്ന് കവർ ചെയ്ത് നിൽക്കുക, തിരിച്ചു പോരുക. 1 2 ഇവിടെ വരുന്നതിന് പകരം 2. അപ്പോൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. 1 2 1 2. ലെഗും അതുപോലെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. 1 2. അപ്പോൾ നമുക്ക് ഈ പഞ്ചിന് ഇനി ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്ത് നോക്കാം. നമ്മൾ പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പഞ്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈം ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2, നെക്സ്റ്റ്
അടുത്തൊരു ലെഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് മൂവ് ചെയ്യുക. ഇനി മൂവ് ചെയ്യുന്ന സമയത്ത് 1 2 വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്യുക 1 2 വീണ്ടും ചേഞ്ച് ചെയ്യുക 1 2. അപ്പോൾ ഇതുപോലെ മൂവ്മെൻറ്റുകൾ ഫ്രീ ആക്കി പഞ്ചസ് ചെയ്യാം. അപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇനി ഇതൊരു റൗണ്ട് ആംഗിളിലേക്ക്, ഒരു ഹാഫ് റൗണ്ട് ആംഗിളിലേക്ക് ഫേസിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി കയറിയിട്ട് ഒരു ഹാഫ് റൗണ്ട് ആംഗിൾ വരുന്ന രീതിയിൽ. അപ്പം ഇതിൻ്റെ ഫിസ്റ്റും വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് അല്ല, ഈ ഒരു ആംഗിളിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നൊരു റൗണ്ട് ഷേപ്പിലാക്കി സൈഡിൽ നിന്നായിരിക്കും അതിൻ്റെ ഒരു ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അതിൻ്റെ ഒരു സ്ട്രൈക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൂടെ നോക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്, ഈ ഒരു ആക്ഷൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് അടുത്ത സൈഡ് അടുത്തായിട്ട് എൽബോ സ്ട്രൈക്ക്. എൽബോ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് ഫേസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാം. അതും ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ബോഡി ഒന്ന് ടേൺ ചെയ്യുക. ഈ ഒരു പൊസിഷൻ ഈ ഒരു ഫേസിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ നിന്നാണ് ആ ഒരു അറ്റാക്ക് വരുന്നത്. ടേൺ ഓപ്പോസിറ്റ്. അപ്പം നമ്മളുടെ ഈ ബോഡിയുടെ ഒരു പൊസിഷനിൽ ഇപ്പം നമ്മൾ ലെഗ് ഫ്രണ്ടിലും ഇതുപോലെ തന്നെ വെച്ച് നമ്മൾ ആ പഞ്ച് ചെയ്യുന്ന പൊസിഷനിൽ നമ്മുടെ ഈ ബാക്ക് ലെഗിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളെ ബോഡി മൂവ്മെൻറ്റിന് ഒരു പരമാവധി അറ്റാക്കിലേക്കും അതുപോലെ ഒരു എതിരാളികളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഒന്ന് ഒഴിഞ്ഞു മാറുന്നതിനും എല്ലാത്തിനും നമ്മുടെ ഈ ഒരു ലെഗിൻ്റെ ഒരു ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കാം. ആളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന പൊസിഷനിൽ ഈ ഒരു മൂവ്മെൻ്റ് ഒന്ന് സഡൻ ആക്കുക. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് വെച്ച് നമ്മൾ താഴെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഫ്രീ ആയില്ല. അപ്പം ലെഗ് മാക്സിമം താഴേക്കൊരു ചെറിയൊരു വെയിറ്റ് നമ്മൾ ഫ്ലോറിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഈ ലെഗ് നമ്മൾ താഴെ പ്ലേസ് ചെയ്യേണ്ടത്. ഈ ഫുഡ് വർക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ബേസിക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം ഓരോ ദിവസം തോറും ചെയ്യുന്തോറും നിങ്ങളുടെ ബോഡി കൂടി നമ്മുടെ എന്താ പറയുക നമ്മൾ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മുടെ ബോഡീനെ കൂടി ശരിക്കും അതിലേക്ക് നമ്മുടെ പഞ്ച് പോകുന്ന പാർട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ എതിരാളി നമുക്കെതിരെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും വരാൻ സാധ്യതയുള്ള ഒരു ഡയറക്ഷൻസുകൾ നോക്കി നമ്മുടെ ബോഡിയെ ജസ്റ്റ് എല്ലാ ഒരു ഭാഗത്തേക്കും ഒന്ന് ടേൺ ചെയ്യിപ്പിക്കാം, മൂവ് ചെയ്യിപ്പിക്കാം. ഇപ്പം ഡിഫെൻഡ് ചെയ്യാനാണ് ബാക്ക് ഒഴിഞ്ഞു മാറുന്ന ആ ഒരു മൂവ്മെൻറ്റിലാണെങ്കിൽ ഒഴിഞ്ഞു മാറുക. അതുപോലെ തന്നെ കയറി അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ കയറി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ ബോഡിയെ സഹായിക്കുന്നത് നമ്മുടെ ആ ലെഗിൻ്റെ ഒരു ഫുട്ട് വർക്കാണ്. അപ്പം കാലുകൾ വെക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയിൽ ആ ഒരു ഓർമ്മയിൽ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.